ഹലോ, കോൾഡിന് പറ്റിയ നല്ലൊരു അരിഷ്ടം നമുക്ക് വീട്ടിൽ തന്നെ ആക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടു 5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ 2 പട്ട, അതുപോലെ തന്നെ 1 ടു 1.5 ടീസ്പൂൺ കുരുമുളക്. ഇത് നമുക്കിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഉരുകാൻ മാത്രം പാകത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇച്ചിരി അധികം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ സാധാരണ വെല്ലമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, ശർക്കര ഉപയോഗിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിലേക്കൊന്ന് ഡിസോൾവ് ആവുന്ന വരെ ഒന്ന് ഇതുപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇഞ്ചീൻ്റെ നീര് എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇഞ്ചി ഞാൻ ചെറുതായി മുറിച്ച് മിക്സിയിൽ വെള്ളമൊഴിച്ച് അടിച്ചിട്ട് നീരെടുത്തതാണ് കേട്ടോ. അതും ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് തിള വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് ഇതുപോലെ നന്നായി തിളച്ച് വരണം കേട്ടോ. ഇഞ്ചിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറണം. ഇനി നമ്മളിതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്തല്ലോ, ആ സാധനങ്ങളൊക്കെ നമ്മളൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സായി കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് അതിലേക്ക് അബ്സോർബ് ആയിട്ട് ഇച്ചിരിയും കൂടി ഒന്ന് കട്ടി വരും കേട്ടോ. അതിലേക്ക് ഞാനൊരു പൊടിയിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മാറ്റി വെച്ചിട്ട് തണുക്കാൻ വയ്ക്കുക. ചൂട് മാറിയതിന് ശേഷം ഇതിനകത്തേക്ക് 5 ടീസ്പൂൺ ഹണി അല്ലെങ്കിൽ തേൻ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ, വളരെ എഫക്റ്റീവാണ്.